ഇയാള് കണ്ട കെ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ആളയാള്. കെ ഉസ്താദിന്റെ ഉസ്താദല്ലേ ശംസുലമ, അവിടുത്തെ ഉസ്താദല്ലേ കണ്ണിയത്ത് ഉസ്താദ്. 3 ഉസ്താദുമാരെയും മാറ്റിവെച്ചിട്ട് ഒരു സമസ്ത ഉണ്ടാക്കി. പോരാത്തതിന് ഉസ്താദുമാർക്ക് അതിൽ കേസ് കൊടുത്തു. ഇയാളെ മഹത്വമാണത്. ഈ ജാതി മഹത്വം പറയാനുള്ളത്. പിന്നെ മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ്, ജുൽസൈൽ ഉസ്താദ്, ഇവരാ പഴയ സ്വഭാവത്തോടെ ആ പഴമയും തനിമയും നിലനിർത്തി അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകുമ്പോ ഈ രൂപത്തിലെ പത്രക്കാർ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. കണ്ടോ? ഈ രൂപത്തില് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഫോട്ടോ ഏതാ? ഇത് കാണുമ്പോ കുട്ടികൾ മനസ്സിലാക്കി സുബ്ഹാനല്ലാഹ്, നാളെ അബ്ദുൽ ഖാസിർ ഇയാളെ കൈകൊണ്ട കിട്ടാന്ന് ഇവരെ വിചാരം. കാരണം എന്താ? ബിൽ ക്ലിന്റനെ പോലത്തെ, ജോർജ് W. ബുഷിനെ പോലത്തെ ലോക രാഷ്ട്രനായകന്മാരെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ കാണുന്ന ചാനലിയുടെ മൈക്കുകൾ മുഴുവനും കണ്ടപ്പോ ഇതുപോലത്തെ വലിയൊരു വാർത്താ മാധ്യമ സമ്മേളനം നടത്താൻ ഇയാളല്ലാതെ വേറൊരാൾക്ക് ഒരു മുസ്ലിം പണ്ഡിതന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേൾഡ് മുസ്ലിമികളുടെ നേതാവ് ഇയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം എവിടെ നടന്നു? നിങ്ങൾ തെളിയിക്കോ? ഇത് ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടാണത്. ഒപ്പിച്ചുണ്ടാക്കിയ ഫോട്ടോ ഞാനിപ്പോ കാണിച്ചതാ. ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നോളി. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് എങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത്? ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ. ഇതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി ഒരു യാത്ര ഉണ്ടാക്കി ഇയാള്. കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിലെ അടിക്കുറിപ്പ് ഞാൻ വായിച്ചതാ. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനം. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കൊടുത്തതല്ലോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. ഇപ്പൊ ശൈഖുന ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന് മൈക്കിന് മേലെ വെച്ചു. അതേ ഫോട്ടോ, 2 ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് 2ഉം ഒന്നിച്ചു വെച്ച് നോക്കിക്കോ. 2ഉം ഒന്നിച്ചു വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല.